Hi all. So today what we are going to study is the next type of scripting language that we call it as PHP. PHP എന്ന് പറഞ്ഞാൽ it is a server side scripting language. I will tell what exactly the server side scripting language is. So normally when you open up a website, ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. Like if I am going to Gmail or if I am going to open up my mail, first thing that I will do is I will try to log into that mail. ആ മെയിലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് you will give your username and password. So when you click on username and password, you are clicking on the submit button. What happens is it is getting connected to a database. ഒരു ഡേറ്റാബേസിൽ കണക്ട് ചെയ്ത് it is going to verify whether your password is correct or not. So password wrong ആണെങ്കിൽ it won't allow you to enter into your page. So what happens here is നമ്മൾ സാധാരണ HTML പേജ് എഴുതുമ്പോൾ നമുക്ക് we can give the structure using HTML, you can give the style using CSS, uh, you can do some dynamic stuffs using JavaScript. But എല്ലാം all the whatever you have studied till now, it is all happening in the client side. That is നമ്മളുടെ സിസ്റ്റത്തിന് മുമ്പിലുള്ള ഒരു ബ്രൗസർ. ആസ് എ യൂസർ എൻ്റെ മുമ്പിലുള്ള ബ്രൗസറിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഐ എം ട്രൈങ് ടു ഡു ഇസ് ഐ ആം റിക്വസ്റ്റിംഗ് ദി വെബ് സെർവർ ടു check whether the password and username is correct or not. So there should be some programs that is running in the web server which will connect to the database. അതായത് വെബ് സെർവറിനകത്ത് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്ക്രിപ്റ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ സെർവറിനകത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ നമ്മുടെ സെർവറിനകത്ത് ഉണ്ടാവണം. സോ അങ്ങനെ ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. സെർവർ സൈഡിൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ചായിരുന്നു, ഇറ്റ് ഇസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. പക്ഷേ ഇപ്പം വി ഹാവ് സം ന്യൂ സോഫ്റ്റ്വെയർസ് ലൈക്ക് Node.js എന്നൊക്കെ പറഞ്ഞ് ഉള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് ദാറ്റ് അലൗസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആസ് വെൽ. സോ മെനി വെബ്സൈറ്റ്സ് ആർ ഫോർ യൂസിങ് Node.js. ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ PHP അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദം യൂസസ് ASP.NET. ഇങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്. So actually PHP, what it does is whatever you write, whatever the scripts that you write using PHP, it won't be executed in the client side. Client സൈഡിലല്ല, ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ റിക്വസ്റ്റിന് ബേസ് ചെയ്ത് അതിൻ്റെ സെർവർ, ആ റിക്വസ്റ്റിന് ബേസ് ചെയ്ത് സെർവർ വിൽ connect to database, or it will connect to a particular file system, or it will connect to something, some mail servers to retrieve your data. ആ പ്രോസസ്സ് നടത്തുന്നത് ത്രൂ PHP ആണ്. സോ വെൻ യു ക്രിയേറ്റ് എ വെബ്സൈറ്റ്, ഞാനൊരു വെബ്സൈറ്റ് ഡിസൈനർ ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ ക്ലയൻറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതല്ലാതെ കുറച്ച് കണക്ഷൻസ്, ഡേറ്റാബേസ് ഏത് ഡേറ്റാബേസ് കണക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് സം സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സോ ആ ടൈപ്പ് ഓഫ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. സോ PHP ഇറ്റ്സ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. PHP നോർമലി ഫുൾ ഫോമിൽ പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നാണ്. ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. സോ സ്ക്രിപ്റ്റ്സ് ഈ PHPക്കകത്ത് എഴുതുന്ന സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡേറ്റാബേസ് കണക്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റുകൾ, നിങ്ങളുടെ പ്രോസസ്സിങ് ലൈക്ക് എനിക്ക് രണ്ട് വാല്യൂസ് ടെക്സ്റ്റിനകത്തുള്ള വാല്യൂസ് എടുത്ത് യു ഹാവ് ടു പെർഫോം സം അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, വാട്ട് എവർ ദ പ്രോസസ് ദാറ്റ് യു ആർ ഡൂയിങ് ഇൻ PHP, that will be executed only in the server. It won't be executed in the client part. So that scripting will be interpreted by the PHP server and it will execute it and will give the result and request നിങ്ങളുടെ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ റെസ്പോൺസ് ആയിട്ട് it will send that and that will be shown on your web browser. So PHP പ്രൊവൈഡ് ചെയ്യുന്ന another important thing is it is secure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡേറ്റാബേസ് കണക്ട് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ കണക്ടിവിറ്റി കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്യും സ്ക്രിപ്റ്റിൽ. നമ്മൾ HTML നമ്മൾ ഏത് സ്ക്രിപ്റ്റ് എഴുതിയാലും വെൻ യു ഗോ ടു ദ പേജ് സോഴ്സ്, പേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വ്യൂ സോഴ്സ് കോഡ് കൊടുത്താൽ നമ്മൾ എഴുതിയേക്കുന്ന HTML സ്റ്റൈലിംഗ് മൊത്തം യൂസറിന് കാണാൻ കഴിയും. പക്ഷേ PHP അങ്ങനെയല്ല. യൂസർ കനോട്ട് വ്യൂ എനി ഓഫ് ദി PHP സ്ക്രിപ്റ്റ്സ് ദാറ്റ് ഇസ് റിട്ടൺ ഇൻ യുവർ പേജിനകത്ത് എഴുതുന്ന PHP സ്ക്രിപ്റ്റ്സ് ഒന്നും യൂസർ ക്ലയൻറ്റ് സൈഡിൽ വ്യൂ ചെയ്യാൻ കഴിയില്ല. ലൈക്ക് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ് മെനി സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആസ് വെൽ. സോ ദാറ്റ് ഇസ് വാട്ട് PHP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ദാറ്റ് ഇസ് ഫ്രീ. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവറി വൺ. യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് സ്ക്രിപ്റ്റ്സിനെ നമ്മൾ സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, നോട്ട് ഇൻ ദി ക്ലയൻറ്റ് സൈഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഡൈനാമിക് കോഡിംഗ് എന്ന് പറയും. ഡൈനാമിക് ആയിട്ട് നമ്മൾ സാധാരണ പ്രോഗ്രാം ചെയ്യുന്ന ഡൈനാമിക് എന്ന് പറഞ്ഞാൽ റൺ ടൈം. ഇവിടുത്തെ റൺ ടൈം എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദി
റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് സെർവറിൽ നടക്കുന്ന ഭാഗമാണ് വി കോൾഡ് ആസ് റൺ ടൈം ആൻഡ് സ്ക്രിപ്റ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഓൺ ദി സെർവർ. ദാറ്റ് ഇസ് വാട്ട് PHP is. So why we use this PHP യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ വേണമെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ലൈക്ക് എ ക്ലയൻറ്റ്, സെർവറിനകത്തുള്ള സോഫ്റ്റ്വെയർ ഒരു ക്ലയൻറ്റ് ചിലപ്പോൾ വിൻഡോസ് സിസ്റ്റത്തിലിരുന്നായിരിക്കും റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിലും സെർവറിൻ്റെ OSനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് പ്രോപ്പർലി. സോ വി ഹാവ് ടു use a scripting language which is platform independent. That is what PHP is. And it also supports many servers. നമ്മളിപ്പോൾ കാണുന്ന അപ്പാച്ചി സെർവർ, IIS സെർവേഴ്സിൽ എല്ലാത്തിലും കമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു ബാക്ക് എൻഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. ആൻഡ് ഇറ്റ് ഓൾസോ കണക്ട്സ് മെനി ഡാറ്റാബേസസ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന SQL ഡാറ്റാബേസ് ഇതെല്ലാം PHP വഴി കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് very important thing that you know is PHP is very easy to learn. So പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് PHP. This is the reason why we use PHP. So what is the use of this PHP എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഡൈനാമിക് പേജ് കണ്ടന്റ്. ഡൈനാമിക് റൺ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട പേജിന് എക്സിക്യൂട്ട് ചെയ്യേണ്ട കണ്ടൻസ് എല്ലാം നമുക്ക് PHPക്കകത്ത് എഴുതാം. ഒരു സെർവറിനകത്തുള്ള ഫയലിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും അതിൽ നിന്ന് ഡേറ്റയെ റിട്രീവ് ചെയ്യാനും എല്ലാം PHPക്ക് പോസിബിൾ ആണ്. ബിക്കോസ് ദിസ് ഇസ് എക്സിക്യൂട്ടഡ് ഇൻ ദി സെർവർ സൈഡ്. ഇറ്റ് ക്യാൻ നിങ്ങളുടെ കയ്യിലുള്ളൊരു രജിസ്ട്രേഷൻ ഫോം ആണെങ്കിൽ രജിസ്ട്രേഷൻ ഫോമിനകത്തുള്ള ഡേറ്റാസിനെ PHPക്ക് റിട്രീവ് ചെയ്തെടുത്ത് ഇറ്റ് ക്യാൻ സ്റ്റോർ ടു എ ഡേറ്റാബേസ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡേറ്റാബേസിൽ ഇരിക്കുന്ന ഡേറ്റയെ PHPക്ക് എടുത്ത് ഇറ്റ് ക്യാൻ ഗിവ് ഇറ്റ് ടു ദി യൂസർ ആസ് വെൽ. സോ it also sends and receives cookies, and also it can modify your data in your database. ഇതൊന്നും നമുക്ക് client side scripting language പറ്റത്തില്ല. We all do this in server side scripting language. So this is what PHP കൂടുതൽ security provide ചെയ്യണമെങ്കിൽ you can do it using PHP. So this is the reason why we use PHP. And what exactly PHPയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ it supports HTML, ടെക്സ്റ്റ്, ജാവാസ്ക്രിപ്റ്റ്, PHP കോഡ് എല്ലാം ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഒരു PHP ഫയലിനകത്ത് you can include HTML tags, you can use JavaScript codes, and also you can use normal text as well. So all these are allowed in a PHP code. And PHP code നമുക്കറിയാം it will be executed in the server, and then അതിൽ നിന്ന് സെർവർ എക്സിക്യൂട്ട് ചെയ്തത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് it will be shown in your browser. PHP ഫയൽസിന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് .php എന്നൊരു എക്സ്റ്റൻഷനിൽ യൂസ് ചെയ്താണ്. So this is what the introduction of PHP is. And PHP നമുക്ക് റൺ ചെയ്യണമെങ്കിൽ you have to use a server. ഒരു സെർവറിലാണ് റൺ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഒരു സെർവറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. സെർവറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ you have to include some softwares like XAMPP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, XAMPP. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഐ വിൽ ഷോ ഇറ്റ് ഇൻ ദി നെക്സ്റ്റ് ലെക്ചർ. XAMPP എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് you have to start that software. So your system, one of the folder will be acting as a shared folder of a server. So നമ്മൾ ചെയ്യുന്ന PHP കോഡ് സെർവറിന് ആ ഫോൾഡറിനകത്തിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഇറ്റ് വിൽ റൺ. അതർവൈസ് ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിലെ ഡെസ്ക്ടോപ്പിലിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ദിസ് ആസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. PHP കോഡ് അവിടെ എക്സിക്യൂട്ട് ആവത്തില്ല. നമ്മൾ സെർവറിനകത്ത് കൊണ്ടിട്ട് സെർവറിൻ്റെ ഡേറ്റാബേസ് അല്ലെങ്കിൽ സെർവറിൻ്റെ ഫയലിനകത്ത് കൊണ്ടിട്ടാൽ മാത്രമേ PHP കോഡ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ന്യൂ സോഫ്റ്റ്വെയർസ്, ഇപ്പോഴത്തെ Node.js എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ റൺ ഇറ്റ് ഫ്രം എനി പ്ലേസ്. യു ക്യാൻ റൺ ഇറ്റ് ഫ്രം യുവർ ഡെസ്ക്ടോപ്പ് ഓർ എനി പ്ലേസ് ഇറ്റ് ക്യാൻ ഡു ഇറ്റ്. ബട്ട് ഇപ്പോൾ ആസ് എ സ്റ്റാർട്ടിങ് യു ക്യാൻ ലേൺ PHP ആണ് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, നോർമലി ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെർവർ സൈഡ് ഈ PHP എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് എ ഫ്രണ്ട് എൻഡ് ഓർ എ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ എന്ന് ചോദിക്കാറുണ്ട്. സോ നോർമലി you have to answer it as a back-end software because it works in the server side. Back-end എന്ന് ഉദ്ദേശിക്കുന്നത് സെർവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെർവർ സോഫ്റ്റ്വെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. So that is what next lecture we will see how PHP code is run, and we will start doing some programs on PHP. Thank you.